ചുളിവുകളും പാടുകളും ഒന്നുമില്ലാത്ത വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സ്കിൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ആവശ്യമാണ്. പ്രായത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റേതായ കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 20s കൊടുക്കേണ്ട കെയർ അല്ല നമ്മൾ 30s എത്തുമ്പോൾ കൊടുക്കേണ്ടത്. 30s കൊടുക്കേണ്ട കെയർ അല്ല 40s 50s 60s നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രായം കടന്നു പോകുന്നതിനനുസരിച്ച് നല്ല രീതിയിലുള്ള കെയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏജിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. റിങ്കിൾസിനെയും ഫൈൻ ലൈൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ പ്രായത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിറമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അധിക ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ആൻറ്റി ഏജിങ് സിറമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏറ്റെടുത്തതിലും സ്വീകരിച്ചതിലുമൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ അധിക ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു നാച്ചുറൽ ഹോം മെയ്ഡ് സിറമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 5 ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ആദ്യത്തേത് കുക്കുംബർ സീഡ് ഓയിലാണ്. എന്താണ് ഈ കുക്കുംബർ സീഡ് ഓയിൽ? കുക്കുംബർ സീഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ് കുക്കുംബർ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറയാണ് ഈ കുക്കുംബർ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. അതായത് പ്രായം കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ കുക്കുംബർ സീഡ് ഓയിൽ. ആൻറ്റി ഏജിങ് ഗുണങ്ങളാൽ സമ്പന്നമാണ് ഈ ഓയിൽ. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, സാഗിങ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുവാനും കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും അതുപോലെ കണ്ണിനടിയിലുണ്ടാകുന്ന ഡാർക്ക്നെസ്, പഫ്നെസ് ഇതൊക്കെ കുറയ്ക്കുവാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ റെഡ്നെസ്, ഇറിറ്റേഷൻസ് ഇതൊക്കെ കുറയ്ക്കുവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണിത്. ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ കുക്കുംബർ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ആൻറ്റി ഏജിങ് സിറം തയ്യാറാക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ കുക്കുംബർ സീഡ് ഓയിലാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹ്യൂമക്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ഗ്ലിസറിൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം സ്വാഭാവികമായിട്ട് കുറയുവാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആവുകയും റഫ് ആവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പ് ലെയേഴ്സിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട്, നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താനായിട്ട് വളരെയധികം ഈ ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആകുവാനും സ്മൂത്ത് ആകുവാനും യൂത്ത്ഫുള്ളായിട്ട് നിലനിർത്തുവാനും വളരെയധികം ഈ ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ മോയ്സ്ചർ റീറ്റെയിനിങ് പവർ ഉള്ളതുകൊണ്ട് തന്നെ റിങ്കിൾസിനെയും ഫൈൻ ലൈൻസിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് നിർത്താനായിട്ടും നമ്മളെ ഗ്ലിസറിൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ടാമതായിട്ട് ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിനാണ്. മൂന്നാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ അലോവേറ ജെല്ല്. ഇതിനകത്ത് 98% വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഡീപ്പ് ഹൈഡ്രേഷൻ നൽകുവാനും സ്കിൻ മോർ പ്ലംബ് ആൻഡ് യൂത്ത്ഫുൾ ആക്കുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ അലോവേറ ജെല്ലെന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ല് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ട. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലാണ് ഈ സിറം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് മറന്നു പോകരുത്. വൈറ്റമിൻ സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് സ്കിന്നിനെ ടൈറ്റനാക്കി ഫേമാക്കി നിലനിർത്താനായിട്ട് അലോവേറ ജെൽ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഏജ് സ്പോട്ട് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് സ്കിൻ നല്ല ഈവൻ ടോണായിട്ട് നിലനിർത്താനായിട്ട് അലോവേറ ജെൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഇതൊരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട്, ആൻറ്റി ഏജിങ്ങിന്, സ്കിൻ ഹൈഡ്രേഷന്, കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. പ്രായമാവുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സ്കിൻ സാഗി എന്ന് പറയുന്നത്.
അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനായിട്ട് വൈറ്റമിൻ ഇ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ്, പഫ്നെസ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്ന വലിയ വിലയൊന്നും കൊടുക്കാതെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് നാലാമത് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അഞ്ചാമതായിട്ട് നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് തേനാണ്. തേനിൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും മിനറൽസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും, സ്കിൻ സാഗ് ചെയ്യുന്നതിന്, സ്കിൻ റിങ്കിൾസ് ഉണ്ടാകുന്നതിന്, ഫൈൻ ലൈൻസ് വരുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും, ഏജിങ്ങുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും വലിയൊരു സൊല്യൂഷനാണ് തേൻ എന്ന് പറയുന്നത്. ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഹണി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ വളരെ ഗ്ലോയിങ് ആക്കുവാനും വളരെ ഫേം ആക്കി നിർത്തുവാനും വളരെ യൂത്ത്ഫുൾ ആക്കി നിലനിർത്തുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ് ഹണി എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്തേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഹണി എന്ന് പറയുന്നത്. അപ്പോൾ തേൻ വാങ്ങുമ്പോഴും നമ്മൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ വാങ്ങുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡാബറിൻ്റെയൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹണിയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. നെക്സ്റ്റ് 1 ടീസ്പൂൺ ഹണി കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ കുക്കുംബർ സീഡ് ഓയിലും കൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് സമയമെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതൊരു വൈറ്റ് കളറിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 3 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരു 7 ദിവസം ഇത് നിങ്ങൾക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓവർനൈറ്റ് വേണം ഈ സിറം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങളുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സിറമാണ്. നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വലിയ ചിലവുകളൊന്നുമില്ലാത്ത കാര്യമാണ്. ഒരു മെച്യൂർഡ് സ്കിന്നിന് ആൻറ്റി ഏജിങ് സിറം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു സിറം ആകുമ്പോൾ നമുക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. റിങ്കിൾസും ഫൈൻ ലൈൻസും മാറുവാൻ, സ്കിൻ ടൈറ്റൻ ആകുവാൻ, കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ സിറം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ളതും എന്നോട് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.